42 കോടി വർഷം പഴക്കമുള്ള സമുദ്രത്തിൽ ഇന്നും ജീവിക്കുന്ന അത്ഭുത മത്സ്യം. ദിനോസറുകൾ ഭൂമിയിൽ ജനനമെടുക്കും മുൻപ് കടൽ ജീവികളിൽ നിന്ന് കരജീവികൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ 42 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഈ മത്സ്യവംശം ഭൂമിയിൽ ഉത്ഭവിച്ചതെന്നാണ് കണ്ടെത്തൽ. തുടർന്ന് ഭൂമിയിലുണ്ടായ ഒട്ടേറെ മാറ്റങ്ങളെയും സംഭവവികാസങ്ങളെയും ഈ മത്സ്യങ്ങൾ അതിജീവിച്ചു. ഭൂമിയിൽ ഭൂഖണ്ഡങ്ങൾ അകന്നുമാറിയ പ്രക്രിയയ്ക്കും ദിനോസറുകളെ ഇല്ലാതാക്കിയ ചിഹ്നഗ്രഹ വിസ്ഫോടനത്തിനുമൊക്കെ ഇവ സാക്ഷികളാണ്. സീലാകാന്ത് എന്നാണ് ഈ മീനുകൾ അറിയപ്പെടുന്നത്. ഇന്ന് ഭൂമിയിലുള്ള മത്സ്യവംശങ്ങളിലും ജീവജാലങ്ങളിലും ഏറ്റവും പഴക്കമുള്ള വിഭാഗങ്ങളിലൊന്നാണ് ഇതെന്നാണ് കണ്ടെത്തൽ. ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് ഇവ അറിയപ്പെടുന്നതും ഇതുകൊണ്ടാണ്. ഇവയ്ക്ക് 100 വർഷം വരെ ആയുസ്സുണ്ടെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ഈ മീനുകൾ ദക്ഷിണാഫ്രിക്ക, മഡഗാസ്കർ, ടാൻസാനിയ, കിഴക്കൻ ആഫ്രിക്കൻ തീരത്തുള്ള ദ്വീപായ കൊമോറസ് എന്നിവിടങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. മഡഗാസ്കറാണ് ഈ മീനുകളുടെ ഉത്ഭവ കേന്ദ്രമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഈ മത്സ്യങ്ങളെ പറ്റി ആദ്യം ശാസ്ത്രലോകം മനസ്സിലാക്കിയത് ഫോസിലുകളിലൂടെയാണ്. വംശനാശം സംഭവിച്ച ജീവികളാകാം ഇവയെന്നായിരുന്നു ആദ്യം ശാസ്ത്രലോകം കരുതിയിരുന്നത്. എന്നാൽ 1938 ദക്ഷിണാഫ്രിക്കൻ തീരത്തുനിന്ന് ഇവയിൽ ഒരു മത്സ്യത്തെ കണ്ടെത്തിയതോടെ ഈ ധാരണ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മഡഗാസ്കർ ദ്വീപിന് സമീപമുള്ള മേഖലകളിൽ ഈ മത്സ്യങ്ങൾ ഇടയ്ക്കിടെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങുന്നതും ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. 4 അടി മുതൽ 6 അടി വരെ നീളം വയ്ക്കുന്ന ഇവയ്ക്ക് 90 കിലോ വരെ ഭാരമുണ്ടാകാറുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 60 വർഷം വരെ ജീവിക്കുന്ന ഇവ സമുദ്രോപരിതലത്തിൽ നിന്ന് 2300 അടി വരെ താഴ്ചയിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. മഡഗാസ്കറിന്റെ പടിഞ്ഞാറൻ തീരത്താണ് ഇവയിൽ അധികവും കാണപ്പെടുന്നത്. സീലാകാന്തുകൾക്ക് പ്രകൃതിപരമായി ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഇവ പ്രത്യേക ഇരകളെ മാത്രമാണ് വേട്ടയാടുന്നത്. അതിനാൽ തന്നെ പരിസ്ഥിതി മാറ്റങ്ങൾ ഇവയുടെ ഇരകളെ ബാധിച്ചാൽ അനന്തരഫലമായി ഇവയ്ക്കും നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വളരെ പതുക്കെ വളരുന്ന പ്രജനന നിരക്ക് തീരെ കുറവുള്ള മത്സ്യങ്ങളാണ് സീലാകാന്തുകൾ. യൂറിയ തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള മാംസമാണ് സീലാകാന്തിൻ്റേത്. ഒട്ടും ഭക്ഷ്യയോഗ്യമല്ലാത്തതാണ് ഇവയുടെ മാംസം. എങ്കിലും അപൂർവമായി പിടികൂടുമ്പോഴൊക്കെ ഇവയെ ഭക്ഷിക്കുന്നവർ മഡഗാസ്കറിലുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഇന്തോനേഷ്യയിലെ സുലവെസിയിലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.